സൂത്രങ്ങളിലെ വിവരമനുസരിച്ച് 64 സീറ്റുകളിൽ LDF, 60 സീറ്റുകളിൽ UDF. നെക്ക് ടു നെക്ക് ഫൈറ്റ്. ഈ നമ്മുടെ അഭിപ്രായ സർവേകളുടെ എക്സിറ്റ് പോളുകളുടെയൊക്കെ ഫലപ്രവചനം അനുസരിച്ചുള്ള നെക്ക് ടു നെക്ക് ഫൈറ്റിലേക്ക് കേരളം വരികയാണ്. 64-60. മഞ്ചേശ്വരവും കാസർഗോഡുമാണ് ഈ കാണിക്കുന്നത്. തിരുവനന്തപുരത്തെ 2 മണ്ഡലങ്ങളിൽ എന്ത് നടക്കുന്നു എന്ന് അറിയണം. നിയമവും കഴക്കൂട്ടവും എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന്റെ സൂചനകൾ വ്യക്തമാകുന്നു. പേരാവൂരിൽ സണ്ണി ജോസഫ് 112 വോട്ടുകൾക്ക് മുന്നിൽ. പേരാവൂരിൽ സണ്ണി ജോസഫ് ലീഡ് ഉയർത്തുന്നു. 112 വോട്ടുകൾക്ക്. അഴീക്കോട് KV സുമേഷിന്റെ ലീഡ് 11 വോട്ടുകൾ മാത്രം. അഴീക്കോട് KV സുമേഷ് 11 വോട്ടുകൾക്ക് മാത്രം മുന്നിൽ. ഷൊർണൂരിൽ P മമ്മിക്കുട്ടി 286. നേമത്ത് LDF ലീഡ് 104 വോട്ടിന്. നേമത്ത് വി ശിവൻകുട്ടി ലീഡ് ചെയ്യുന്നു. കടുത്ത മത്സരമാണ്. തൃത്താലയിൽ MP രാജേഷ് വീണ്ടും ലീഡ് നേടിയിരിക്കുന്നു. തൃത്താലയും കളമശ്ശേരിയും ടൈറ്റ് ഫൈറ്റിന്റെ രീതിയിലേക്ക് പോകുന്നു. കൊച്ചിയും അങ്ങനെ തന്നെ. പത്മജ പിന്നോക്കം പോയിരിക്കുകയാണ് ഇപ്പോൾ. ഉടുമ്പൻചോലയിൽ സേനാപതി വേണുവിന് ലീഡ് 201 വോട്ടിന്റെ ലീഡ്. സംസ്ഥാനത്ത് 64 സീറ്റുകളിൽ LDF നേരിയ ലീഡ് LDFന് കിട്ടുകയാണ്. UDFന് 60 സീറ്റ് എന്നുള്ളത് ടൈറ്റ് ആണല്ലേ ഫൈറ്റ്. പിണറായി വിജയന്റെ ലീഡ് 500 കടന്നു. ധർമ്മടത്തെ പിണറായി വിജയന്റെ ലീഡ് 500 കടന്നു. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ധർമ്മടത്തെ പിണറായി വിജയൻ ലീഡ് 500 കടന്നു. കാഞ്ഞങ്ങാട് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ 208. കാഞ്ഞങ്ങാട്ട് ഗോവിന്ദൻ പള്ളിക്കാട്ട് 208. ചാത്തന്നൂരിൽ ആർ രാജേന്ദ്രന്റെ ലീഡ് 100 കടന്നു. BJP പേരാമ്പ്രയിൽ ഫാത്തിമ തനിയ UDF ലീഡ് ചെയ്യുകയാണ്. പേരാമ്പ്രയിലും ലീഡ് UDFിലേക്ക് വന്നിരിക്കുകയാണ്. നാദാപുരത്തും ലീഡ് UDFിനാണ്. മലപ്പുറം ജില്ലയിൽ എല്ലാ സീറ്റുകളിലും ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് UDF ആണ്. ഒരു സീറ്റിൽ പോലും LDFന് ലീഡില്ല. പൊന്നാനിയിൽ പോലും LDFന് ലീഡില്ല. ഉടുമ്പൻചോലയിൽ അത്ഭുതകരമായ കണക്ക് വരുന്നു. 1500 വോട്ടുകൾക്ക് സേനാപതി വേണു മുന്നിൽ. ഉടുമ്പൻചോലയിൽ 1500 വലിയ ട്രെൻഡിന്റെ സൂചനയാണെന്ന് തോന്നുന്നു. സേനാപതി വേണു വലിയ ലീഡിലേക്ക് പോകുന്നുവെങ്കിൽ അതൊരു ട്രെൻഡിന്റെ സൂചനയാണ് UDFന് അനുകൂലമായി. അത് EVMന്റെ കണക്കുകൾ കൂടിയാണ് പുറത്തു വരുന്നത്. അത് കൃത്യമായി പോസ്റ്റൽ വോട്ടുകൾക്ക് അപ്പുറമുള്ള സൂചന. രമേശ് ചെന്നിത്തല 536 വോട്ടുകൾക്ക് മുന്നിൽ. രമേശ് ചെന്നിത്തല ഹരിപ്പാട്ട് 536 വോട്ടുകൾക്ക് മുന്നിൽ. കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡ് 343. രമേശ് ചെന്നിത്തല കംഫർട്ടബിൾ ഒരു ലീഡിലേക്ക് പോകുന്നു. 536 വോട്ടുകൾക്ക് മുന്നിൽ. TV ഇബ്രാഹിം 96. പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ പിന്നിൽ. പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ വീണ്ടും പിന്നിലായിരിക്കുന്നു. ജ്യോതികുമാർ ചാമക്കാലം മുന്നിൽ. ചാത്തന്നൂരിൽ രാജേന്ദ്രന്റെ ലീഡ് 143 ചാത്തന്നൂരിൽ രാജേന്ദ്രൻ ലീഡ് 143. KM ഷാജിയുടെ ലീഡ് 163 ഉദിക്കുന്നു. KM ഷാജി 163. വേങ്ങരയിൽ KM ഷാജിയും തുടക്കത്തിൽ പുറകിലായിരുന്നു. ചെന്നിത്തലയുടെ ലീഡ് 800 കടന്നിരിക്കുന്നു. രമേശ് ചെന്നിത്തലയുടെ ലീഡ് 800 കടന്നിരിക്കുന്നു. വണ്ടൂരിൽ AP അനിൽകുമാർ 186 വോട്ടുകൾക്ക് മുന്നിൽ. രാജൻ പല്ലൻ ലീഡ് 450 തൃശൂരിൽ. രാജൻ പല്ലൻ ഒരു കംഫർട്ടബിൾ രീതിയിലേക്ക് മാറുകയാണോ എന്ന് സംശയിക്കണം. വടക്കാഞ്ചേരിയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി 200. ബാലുശ്ശേരിയിൽ പോലും UDFന് ലീഡ് നേടാൻ കഴിഞ്ഞു. ബാലുശ്ശേരിയിൽ സൂരജാന് മുന്നിൽ. സച്ചിൻ ദേവ് പിന്നിലാണ് ബാലുശ്ശേരിയിൽ. സംസ്ഥാനത്തെ പോരാട്ട ചിത്രം അതാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ട ചിത്രം തന്നെയാണ്. കഴക്കൂട്ടത്ത് കടകംപള്ളി ലീഡ് ഉയർത്തി 164. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ ലീഡ് 164 കുതിച്ചെത്തിയിരിക്കുന്നു. ഇരിക്കൂറിൽ സജീവ് ജോസഫ് 1027. UDFന്റെ കോട്ടയായ ഇരിക്കൂരിൽ സജീവ് ജോസഫ് ലീഡ്. UDF 62, NDA 2 എന്നതാണ് ഇപ്പോഴത്തെ നില. ഇത് പോസ്റ്റൽ ബാലറ്റുകളെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. EVM മെഷീനിലെ റിസൾട്ട് വന്നു തുടങ്ങുന്നതാണ്. ഈ നിലയ്ക്ക് മാറ്റം വരുമോ എന്നുള്ളതാണ് സജിത്ത് മഞ്ജുഷ. വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ UDF ലീഡ് ഉയർത്തിയ പല സ്ഥലങ്ങളിലും എറണാകുളത്തായാലും ഇടുക്കിയിലായാലും ഒക്കെ 2000-ന് മുകളിലൊക്കെ ലീഡ് കടന്ന ഇപ്പോൾ തന്നെ കടന്ന പല നമ്മൾ പോസ്റ്റൽ ബാലറ്റിന്റെ കാര്യം പറയണ്ട. പോസ്റ്റൽ ബാലറ്റിന്റെ സമയം കഴിഞ്ഞു. EVM തന്നെയാണ്. EVMന്റെ കണക്കുകളാണ് വരുന്നത്. UDFന് ഒരു എഡ്ജിലേക്ക് വരാൻ സാധിക്കുന്നതും EVMകളുടെ കണക്കുകൾ വന്നതോടുകൂടിയാണ്. 63, 62. അതിൽ ഉടുമ്പൻചോലയിലേതൊക്കെ ഒരു ട്രെൻഡിന്റെ രൂപത്തിലേക്ക് വരുന്നു. ബാലുശ്ശേരിയിൽ പോലും UDFന് മുന്നിട്ട് നിൽക്കാൻ കഴിയുന്നു. 63, 62 എന്നതാണ് കണക്ക് വന്നിരിക്കുന്നത്. മുഹമ്മദ് റിയാസ് 212 വോട്ടുകൾക്ക് മുന്നിൽ. തൃക്കരിപ്പൂരിൽ VPP മുസ്തഫ 214 വോട്ടുകൾക്ക് മുന്നിൽ. ബേപ്പൂരിൽ മുന്നിലാണ്. ചേലക്കരയിൽ UR പ്രദീപ് 172 വോട്ടുകൾക്ക് മുന്നിൽ എന്ന കണക്ക് കൂടി പുറത്തു വരുന്നു. ബേപ്പൂരിൽ വലിയ പോരാട്ടം നടന്നെടുത്ത റിയാസ് മുന്നിൽ. 211 വോട്ടിന് മുന്നിൽ. വാമനപുരത്ത് DK മുരളി 108 തന്റെ ഭൂരിപക്ഷം ഉയർത്തിയിരിക്കുന്നു. വാമനപുരത്ത് 108 വോട്ടുകൾക്ക് മുന്നിൽ. ബിന്ദു കൃഷ്ണ മുന്നിൽ കയറി കൊല്ലത്ത്. ബിന്ദു കൃഷ്ണ വീണ്ടും മുന്നിൽ 174 വോട്ടുകൾക്ക്. ബിന്ദു കൃഷ്ണ മുന്നിൽ. മങ്കടയിൽ പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ ആദ്യ റൗണ്ടിൽ മുന്നേറ്റം.
ഫാത്തിമ തഹ്ലിയ 380 വോട്ടുകൾക്ക്. പേരാമ്പ്രയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമോ? ഫാത്തിമ തഹ്ലിയ 380 വോട്ടുകൾക്ക്, കുണ്ട്രയിൽ PC വിശ്വനാഥ് 94 വോട്ടുകൾക്ക്, ഏറനാട് PK ബഷീർ 225 വോട്ടുകൾക്ക്, ആറന്മുളയിൽ അബിൻ വർക്കി 260 വോട്ടുകൾക്ക്, കോന്നിയിൽ സതീഷ് കൊച്ചുപറമ്പിൽ 52 വോട്ടുകൾ. കോന്നിയിൽ UDF ലീഡ് തിരിച്ചുപിടിക്കുന്നു. സതീഷ് കൊച്ചുപറമ്പിൽ 52 വോട്ടുകൾക്ക് മുന്നിലെന്ന വളരെ പ്രധാനപ്പെട്ട കണക്ക്. ഇരിങ്ങാലക്കുടയിൽ R ബിന്ദു പിന്നിൽ, തോമസ് ഇരിങ്ങാലക്കുടയിൽ 273 വോട്ടുകൾക്ക്. ഇതിപ്പോൾ UDF-ന് അനുകൂലമായ ഒന്ന് തന്നെയാണ്. 65 സീറ്റുകളിൽ ലീഡ് UDF-നുണ്ട്, 62 LDF-ന്. ഇപ്പോൾ വരുന്ന കണക്കുകളിൽ UDF കൂടുതൽ സീറ്റുകളിലേക്ക് ലീഡ് വരികയാണ് അല്ലേ? ചടയമംഗൽ ചിഞ്ചുറാണി പിന്നിൽ, ചടയമംഗലത്തെ 16 വോട്ടുകൾക്ക് പിന്നിൽ. ലീഡ് 650 വോട്ടായി ഉയരുന്നു. വേങ്ങരയിൽ KM ഷാജി 286 വോട്ടായി ലീഡ് ഉയർത്തുന്നു. തിരുവനന്തപുരം സെൻട്രലിൽ CP ജോൺ 368 വോട്ടുകൾക്ക് മുന്നിൽ. തിരുവനന്തപുരം സെൻട്രലിൽ CP ജോൺ 368 വോട്ടുകൾക്ക് മുന്നിൽ. കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ ലീഡ് നിലനിർത്തുന്നു 210. ചവറയിൽ ഷിബു ബേബിജോൺ 68 വോട്ടുകൾക്ക് മുന്നിൽ. കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂർ 18 വോട്ടുകൾക്ക് മുന്നിൽ. കുന്നത്തൂരൊക്കെ UDF തിരിച്ചുപിടിക്കുമെന്ന് കരുതുന്ന മണ്ഡലമാണ്. അവിടെ 18 വോട്ടുകൾക്ക് മുന്നിൽ. ഇനി അങ്ങോട്ടുള്ള അപ്ഡേഷനുകൾ സംസ്ഥാനത്തെ ഒരു ഫലസൂചനകളായി മാറുന്നു എന്നതാണ് സാഹചര്യം. കാരണം കൗണ്ടിംഗ് പുരോഗമിക്കുകയാണ്. മണ്ഡലത്തിലെ കൂടുതൽ ഇടങ്ങളിലേക്കുള്ള കൗണ്ടിംഗ് അപ്ഡേറ്റുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഫലസൂചനകൾ വരുന്ന മിനിറ്റുകളിൽ ഉണ്ടാകുന്ന അപ്ഡേറ്റുകൾ ഫലസൂചനകൾ തന്നെ. അതെ, 71ലേക്ക് വരുമോ? ആരാണ് ആദ്യം 71-ൽ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.